ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. എൻ്റെ പേര് സണ്ണി മാത്യു, ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. വെൽഫെയർ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങളുടെ ഏറ്റവും പഴയ ഒരു വീട് ഇങ്ങനെ ഒരു പുതിയ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വീടാക്കി മാറ്റിയതിൻ്റെ ഒരു വിവരണമാണ് ഞാൻ പറയാൻ. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വീടായിരുന്നു. വീട് പണിയണമെന്ന് തീരുമാനം എടുത്തപ്പോൾ പൊളിച്ച് പുതിയ വീട് പണിയുക എന്നാണ് എല്ലാ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ വന്നത്. അപ്പോൾ എൻ്റെ മോളാണ് പറഞ്ഞത്, കൊച്ചിയിൽ ഇങ്ങനെ റിപ്പയർ കൊച്ചി എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്, നമുക്ക് അവരെ കൊണ്ടുവന്ന് വീടൊന്ന് കാണിക്കാം. അതനുസരിച്ച് ശ്യാം സാറിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹം വന്ന് വീടൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇത് നമുക്ക് ഒരു പുതിയ നല്ല ഒരു വീടാക്കി ഇതിനെ മാറ്റി തരാമെന്ന ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ശ്യാം സാറിൻ്റെ ഒരു ഉറപ്പിലാണ് ഇത് റിനോവേറ്റ് ചെയ്യാമെന്ന ഒരു തീരുമാനമെടുത്തത്. പഴയ വീടെന്ന് നീ എഴുതി ബോർഡ് വെച്ചാൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. പിന്നെ റിപ്പയർ കൊച്ചിയുടെ എൻ്റെ ടീമിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത്. അവരുടെ സ്റ്റാഫിൻ്റെ ഇടപെടൽ, കറക്റ്റ് സമയത്ത് തന്നെ വരിക, വർക്ക് തീർത്ത് തരിക, വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവർ ഇവിടെ വന്ന് കൃത്യമായിട്ടൊരു മോണിറ്ററിങ് നടത്തുക. അതിലുപരി ശ്യാം സാറിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റിങ്ങും അപ്രതീക്ഷിതമായിട്ടുള്ള വരവും വിലയിരുത്തലും നിർദ്ദേശം കൊടുക്കലും ഒക്കെ ഉണ്ട്. അതുമൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പല ആളുകളൊക്കെ ആയിട്ട് ഇടപെടുന്ന ആളാണ്. അതുപോലെ ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഞാനൊരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വം വഹിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിട്ട് ഇടപെടേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അപ്രോച്ചുള്ള ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് റിപ്പയർ കൊച്ചി എന്നുള്ളത് എനിക്ക് ബോധ്യമായത് എടുത്ത് പറയാതിരിക്കാൻ പറ്റും. എൻ്റെ പേര് റൂബി എന്നാണ്. ഞാൻ ബാംഗ്ലൂർ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ ഇത് നമ്മുടെ ഒരു ഡ്രീം മൂമെൻ്റ് ആണ്. നമ്മൾ കുറേ നാളായിട്ട് ഒരു വീട് വെക്കണം, അത് റിനോവേറ്റ് ചെയ്യണോ, എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻസ് ഒരു കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്ലസ് അതുപോലെ പറയേണ്ട ഒരു കാര്യം, ലൈക്ക് നമ്മൾ ഈ ഫീൽഡിലല്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻസും ഒത്തിരി ഡൗട്ട്സും വരും. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കിട്ടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതാണ് ഒരു ബെസ്റ്റ് തിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇവരുടെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അല്ല നമുക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ ആൾക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരാം. ഈ വീട്ടിൽ ഒരുപാട് ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട് എനിക്ക്. ആൻഡ് അതുപോലെ ഇപ്പം ഞാൻ ഒരു കുഞ്ഞു ഡൗട്ട് ഷംസാറിനോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാലും മറ്റേത് ഭയങ്കര നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരിക, അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മളൊരു 100% സാറ്റിസ്ഫൈഡ് ആണ് ഇവരുടെ വർക്കിൽ.